നമസ്കാരം, ഞാൻ ജോൺ തോമസ് കുരുമ്പേലിൽ. ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ വരികയാണ്. ഇന്ന് നമ്മൾ പ്രൊഡക്റ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യമോ സെയിൽസുമായിട്ട് ബന്ധപ്പെട്ട കാര്യമൊന്നുമല്ല നമ്മൾ പറയുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ഓടനാവട്ടത്തിനടുത്ത് പരുത്തിയറ എന്നുള്ള സ്ഥലത്താണ്. ഇവിടെ സുദർശൻ എന്ന് പറഞ്ഞ ആളുടെ വീട്ടിലാണ് നിൽക്കുന്നത്. പുള്ളിയുടെ വീടാണ് ഈ കാണുന്നത്. അദ്ദേഹം വർഷങ്ങളായിട്ട് ശരീരത്തിന് താഴ്വശം, അരയ്ക്ക് താഴ്വശം തളർന്ന് കിടക്കുന്ന ആളാണ്. ഒരു ഇലക്ട്രോണിക്സ് മെക്കാനിക്കായിരുന്നു. പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഇതുപോലെ തന്നെ അരയ്ക്ക് താഴ്വശം തളർന്നിരിക്കുന്നതാണ്. അദ്ദേഹത്തിൻ്റെ വീടും കാര്യങ്ങളൊക്കെയാണ് കാണുന്നത്. ഇതിൻ്റെ സാഹചര്യം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. പുള്ളി നേരത്തെ ചെറിയ ചെറിയ റിപ്പയറിങ്ങുകളൊക്കെ നടത്തി ഉപജീവനം നടത്തിക്കൊണ്ടിരുന്നതാണ്. ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണ്. അതുപോലെ തന്നെ കിഡ്നിക്ക് പ്രശ്നം വന്നിട്ട് ഡയാലിസിസ് ചെയ്യുന്നു. സാമ്പത്തികമായിട്ട് വളരെയധികം ബുദ്ധിമുട്ടുന്നൊരു സാഹചര്യമാണ്. അപ്പോൾ ഞങ്ങൾ ഇവിടെ ഇലക്ട്രോണിക്സ് ടെക്നീഷ്യന്മാരുടെ അസോസിയേഷൻ്റെ പ്രതിനിധികളും എല്ലാം കൂടെ ചേർന്നൊരു സഹായം നൽകാൻ വേണ്ടി ഇവിടെ എത്തി. അതുപോലെ തന്നെ ഇപ്പം ഞങ്ങളുടെ സ്ഥാപനത്തിൻ്റെ വകയായിട്ട് ചെറിയ സഹായം നൽകുന്നുണ്ട്. അപ്പം അദ്ദേഹത്തെ ഇവിടെ ഞങ്ങൾ പരിചയപ്പെടുത്തുകയും ഇപ്പോഴത്തെ അവസ്ഥ കാണിക്കുകയും ചെയ്യാം. കഴിയുന്നവർ പരമാവധി സഹായിക്കാൻ പറ്റുന്നവർ സഹായിക്കുക. അക്കൗണ്ട് നമ്പരും ബാങ്ക് ഡീറ്റെയിലും ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട്. വീടിനകത്തായിട്ട് പോയി ബാക്കി കാര്യങ്ങൾ കാണാം. നമുക്ക് വീടിൻ്റെ അവസ്ഥ ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. ചേട്ടൻ ഇവിടെ കട്ടിലയിൽ കിടക്കുകയാണ്. ചേട്ടാ നമസ്കാരം. ഞങ്ങൾ കൊട്ടാരക്കരയിൽ നിന്ന് വന്നതാണ്. അറിയാം, ഞാൻ കൊട്ടാര കുരുമ്പേലിൽ ഇലക്ട്രോണിക്സ് എന്ന ഷോപ്പ് നടത്തുന്നു. ഇവർ വന്നിട്ട് ഇലക്ട്രോണിക്സ് അസോസിയേഷൻ്റെ കേരളത്തിലെയും കൊല്ലം ജില്ലയിലെയൊക്കെ പ്രതിനിധികളാണ്. നേരത്തെ ഇവർ പല പ്രാവശ്യം വന്നിട്ടുണ്ട്. ഈ ചേട്ടന് ഇപ്പൊ എത്ര വർഷമായിട്ട് ഇവിടെ കട്ടിലേൽ സുഖമില്ല? 35 വർഷമായിട്ട് കിടക്കുവാണ് അല്ലേ? ഓക്കെ. ഇലക്ട്രോണിക്സിന്റെ സർവീസിംഗ് ഒക്കെ ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്? അതെ, ഇലക്ട്രോണിക്സ് സർവീസ് ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. കോവിഡ് സമയത്ത് വരെയും പണി ചെയ്തുകൊണ്ടിരുന്നതാണ്. അപ്പൊ ശാരീരികമായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. കിഡ്നിയുടെ ക്രിയാറ്റിന്റെ ഇച്ചിരി പ്രശ്നമുണ്ട്. അതുകൊണ്ട് പിന്നെ പണിയും കുറവാണ്. അതുകൊണ്ട് വർക്കുകളൊന്നുമില്ല. നേരത്തെ വീൽ ചെയർ ഉണ്ടായിരുന്നു, ട്രൈസൈക്കിൾ ഉണ്ടായിരുന്നു. അതിനകത്തൊക്കെ ആയിരുന്നു യാത്ര ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം യാത്ര ചെയ്യൊക്കെ കുറവാണ്. വയ്യാത്തതുകൊണ്ട് പുറത്തോട്ടുള്ള പോക്കങ്ങനില്ല. പിന്നെ ആട്ടോ വിളിച്ചാൽ ആരെങ്കിലും വണ്ടിക്കകത്ത് എടുത്തിരുത്തി ആശുപത്രിയിലോ അങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ അങ്ങനെ പോകും. ചേട്ടന്റെ സഹധർമ്മിണിയാണ്. ചേച്ചിയുടെ പേര് ജയലക്ഷ്മിയാണ്. ചേച്ചിക്കും കാലിന് പോളിയോ വന്നിട്ട് അരയ്ക്ക് താഴ്പോട്ട് തളർന്നിട്ടാണ്. ഇവർ രണ്ടുപേരും മാത്രമേ ഇപ്പോൾ വീട്ടിലുള്ളൂ. ഇവരുടെ കാര്യങ്ങൾ ഇവർ തന്നെയാണ് ഇപ്പോൾ നടത്തുന്നത്. ഇപ്പോൾ ചേട്ടനിപ്പം ഡയാലിസിസിൻ്റെ ട്രീറ്റ്മെൻറ്റ് തുടങ്ങുകയാണ്. അപ്പം വളരെയധികം സാമ്പത്തികമായിട്ട് സഹായം ആവശ്യമുള്ളൊരു സാഹചര്യമാണ്. അതുപോലെ തന്നെ വീടിൻ്റെ അവസ്ഥയെല്ലാം നിങ്ങൾ കണ്ടു കാണും. ഈ വീഡിയോ കാണുന്ന എല്ലാവരും പരമാവധി ഹെൽപ്പ് ചെയ്യുക. ഇപ്പോൾ ഈ ചേട്ടൻ്റെ അവസ്ഥ എല്ലാവരും കണ്ടു. ഈ മുറിക്കകത്ത് വെട്ടത്തിൻ്റെ കുറച്ച് പരിമിതികളുണ്ട്, സ്ഥലസൗകര്യത്തിൻ്റെ പരിമിതികളുണ്ട്. ഇപ്പം ഇദ്ദേഹത്തിന് ഇപ്പോൾ വളരെയധികം സാമ്പത്തികം ആവശ്യമായിട്ടൊരു സാഹചര്യമാണ്. ഡയാലിസിസിൻ്റെ ആവശ്യമായിട്ടും അല്ലാതെ വീട്ടിൽ എവിടെ നിത്യവൃത്തിക്കായിട്ടോ ഒരു വരുമാനമാർഗം വേറെ ഇല്ലാത്ത ഒരു അവസ്ഥയിലാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ മാക്സിമം ഷെയർ ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും അതുപോലെ തന്നെ ഇവരുടെ ബാങ്ക് ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കുന്നുണ്ട്. അപ്പം മാക്സിമം എല്ലാവരും പറ്റുന്ന സഹായങ്ങൾ ചെയ്യുക. അർഹതപ്പെട്ടവരാണ്, അതുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എല്ലാവരും ചെയ്ത് സഹായിക്കണമേ. ഓക്കെ, താങ്ക് യു.